പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. എന്നും വെയിറ്റ് കൂടുക കൂടുക കൂടുക. സി, നിങ്ങൾ സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നിങ്ങൾ ചോറ് വയ്ക്കാൻ പഠിച്ചു. എന്നും ഒരാൾ ചോറ് വയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവോ? എന്നും ഒരാൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവോ? എന്നും ഒരാൾ ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവോ? ഇല്ല, നിങ്ങൾ അളവിന് 4 ഇഡ്ഡലിയേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. എന്നും ഒരാൾ പറയുമോ 4 ഇഡ്ഡലി കഴിച്ചാൽ മതി, 3 ഇഡ്ഡലി കഴിച്ചാൽ മതി, 2 ഇഡ്ഡലി കഴിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. സോ ഒരു കാര്യം നമ്മൾ പഠിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി വേണം. ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ലോസ് ചെയ്യണം. ഹെൽത്തി ബോഡി കിട്ടാനാണ്. ഹെൽത്തി ബോഡി എങ്ങനെ കിട്ടും? നമ്മുടെ ബോഡിയിലുള്ള ഫുൾ ആൻഡ് ഫുൾ ഗ്ലൂക്കോസിന്റെ അംശം മസിൽസ് കയറിയുള്ളത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഷുഗർ ഫ്രീ ഡയറ്റ് എടുത്താൽ മാത്രമല്ലേ പറ്റുള്ളൂ. സോ അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ബാലൻസ് ന്യൂട്രീഷൻ എടുക്കൂ. പ്രോട്ടീൻ, വിറ്റമിൻ, മിനറൽ, കാൽഷ്യം, ഫൈബർ ഒക്കെ കൂടിയുള്ള ഒരു ഫുഡായിട്ട് കഴിച്ച് നിങ്ങൾ ഷുഗർ ഫ്രീ ഡയറ്റ് പോലെ എടുത്ത് നിങ്ങളുടെ ബോഡിയിൽ മസിൽസിലുള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ മസിൽ ഗെയിൻ ചെയ്യുമ്പോഴാണ് ഫാറ്റ് ബേൺ ചെയ്യുക. സോ നൗ യു അണ്ടർസ്റ്റുഡ് ദ സീക്രട്ട്. അഗൈൻ വൈ യു ആർ മൂവിങ് ഓൺ ടു ദി ഷുഗറുള്ള ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റഡ് ഭക്ഷണങ്ങൾ, മധുരങ്ങൾ, സ്നാക്സ്, സ്വീറ്റ്സ്. വൈ ആർ യു ഗോയിങ് ദെൻ? യു ഷുഡ് നോ ഹൗ ടു മെയിൻറ്റെയിൻ യുവർ ബോഡി. ഇപ്പൊ അറിയോ 2045 വരെ നിങ്ങളുടെ ബോഡി നല്ല ഫിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇനിയും കുറേ കാലങ്ങൾ നന്നായിട്ട് ഇരിക്കാന്നുള്ളതാ ബുക്സ് ഒക്കെ വന്നിട്ടുണ്ട്. കാലമായി എന്തൊക്കെയാ നടക്കാൻ പോണു. സോ ഇനിയുള്ള കാലം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് നിങ്ങളുടെ ഫിറ്റ്നസ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇത് രണ്ടിലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ text me or DM. I am interested. I'll be guiding you how to make yourself good, healthy, fitness body. Okay? Then what you will become? You will become a healthy person, and then always healthy person.